ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നെക്സ്റ്റ് ജൻ വിസ്ഡത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ. 3, 2, 1. ഇപ്പോൾ നിങ്ങൾ 1520 ഹംപിയിൽ നിൽക്കുകയാണ്. ചുറ്റും മാണിക്യകല്ല് വിൽക്കുന്നു, കുതിരകൾ ഓടുന്നു, ഒരു രാജാവ് കവിത എഴുതുന്നു. ഇതൊരു സിനിമയൊന്നുമല്ല കേട്ടോ. നമ്മുടെ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1ാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യയിലെ വിജയനഗരത്തിൻ്റെ ഒരു കഥയാണ്. എല്ലാവരും റെഡിയാണോ? എങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിച്ചാലോ? മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് ഈ വിജയനഗര രാജ്യം. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഡൽഹിയിൽ മുഗൾ ബാദ്ഷാക്കൾ കിരീടമിനുക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ഒരു സൂപ്പർ സിറ്റി ഉണ്ടായിരുന്നു. പേര് വിജയനഗരം, അതായത് വിജയത്തിൻ്റെ നഗരം. പക്ഷേ 1565 എന്ത് സംഭവിച്ചു? ശത്രുക്കൾ വന്ന് നഗരം മുഴുവൻ തീവച്ചു. പിന്നെ 300 വർഷം ആരുമില്ല, ശബ്ദമില്ല. ജനങ്ങൾ പിന്നെ ആ നഗരത്തെ വിളിച്ചത് ഹംപി എന്നാണ്, അതായത് നശിച്ചതിൻ്റെ അവശിഷ്ടം. പിന്നെ 1800 ഒരു ബ്രിട്ടീഷ് കേണൽ മെക്കൻസി വന്നു. കാട് വെട്ടി നോക്കി. അയ്യോ, ഇതൊരു രാജ്യത്തിൻ്റെ ശവക്കല്ലറയൊന്നുമല്ല, സ്വർണ്ണക്കല്ലറയാണ്. അങ്ങനെയാണ് ലോകം വീണ്ടും വിജയനഗരത്തെ കണ്ടത്. ഇനി നിങ്ങളോടൊരു ചോദ്യം. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, ഗോവ, ഇതൊക്കെയാണ് സംസ്ഥാനങ്ങൾ. ഇനി നോക്കൂ, വിജയനഗരത്തിലെ രാജാക്കന്മാർ. സംഗമ രാജവംശത്തിൽ നിന്നുള്ളവരായിരുന്നു ഹരിഹരനും ബുക്കനും. അവരാണ് ആദ്യത്തെ രാജാക്കന്മാർ. ഇനി രണ്ടാമത് സാലുവ വംശം, നരസിംഹ സാലുവ ആണ് അവിടുന്ന് വന്ന രാജാവ്. മൂന്നാമതായി തുളുവ വംശത്തിൽ നിന്നും വീരനരസിംഹനും കൃഷ്ണദേവരായരും. അതിൽ കൃഷ്ണദേവരായർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അരവിഡു വംശം, അതിൽ നിന്നും തിരുമല വെങ്കിട ഒന്നാമൻ. ഇവരാണ് ലാസ്റ്റത്തെ രാജാക്കന്മാരായിരുന്നത്. ഇങ്ങനെ 4 വംശത്തിൽ നിന്നുള്ള രാജാക്കന്മാരാണ് വിജയനഗരത്തെ ഭരിച്ചിരുന്നത്. ഇനി ഈ വിജയനഗരത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിൻ്റെ സ്ഥാപകർ CE 1336 ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റിൻ്റെ തന്നെ ഷോർട്ട് നോട്ട്സ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അടുത്ത ഇനി കൃഷ്ണദേവരായർ 1509 മുതൽ 1529 വരെയാണ് കാലഘട്ടം. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം ധാരാളം കോട്ടകൾ, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവ അദ്ദേഹം പണികഴിപ്പിച്ചു. ഇനി അതുപോലെ തന്നെ കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ഇക്കാലത്ത് വലിയ പുരോഗതി കൈവരിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ മതനയവും ബാർബോസയുടെ നിരീക്ഷണവും, അതായത് മതസഹിഷ്ണുത. കൃഷ്ണദേവരായരുടെ പ്രശസ്തിക്ക് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയായിരുന്നു. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിച്ചു. അതുപോലെ തന്നെ കൃഷ്ണദേവരായരുടെ സാഹിത്യ സംഭാവനകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് കൃതികൾ. അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്ത മാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചു. ഭാഷാ പ്രോത്സാഹനം. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അഷ്ടദിഗ്ഗജങ്ങൾ. കൃഷ്ണദേവരായരുടെ സഭയെ അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ പണ്ഡിതരെയാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. ഇനി നോക്കൂ, ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ബാർബോസ. അദ്ദേഹം കൃഷ്ണദേവരായരെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ, ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ഇനി നോക്കൂ, അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് അക്ബറിൻ്റെ മതപരമായ നയങ്ങൾ നോക്കാം. 1575 അക്ബർ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലെ ഇബാദത്ത് ഖാന നിർമ്മിച്ചു. അക്ബറിൻ്റെ മതപരമായ സഹിഷ്ണുതയുടെ നയം ചർച്ച ചെയ്യാൻ വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാരും വിശിഷ്ടാതിഥികളും ഇവിടെ ഒത്തുകൂടി. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ സംയോജിപ്പിച്ച് അക്ബർ തൻ്റെ ദർശനാത്മക മതമായ ദിൻ ഹിലാഹി സൃഷ്ടിച്ചു. എല്ലാവർക്കും സമാധാനം, അല്ലെങ്കിൽ സുൽ ഹിക്കുൽ ആണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയാണെന്ന ആശയം വ്യക്തമാക്കാൻ അദ്ദേഹം ലക്ഷ്യമിട്ടു. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് അക്ബറും ഭരണമേഖലയിൽ സഹിഷ്ണുത പിന്തുടർന്നുവെന്ന് തെളിയിച്ചു.
മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ തുല്യമായി പരിഗണിച്ചിരുന്നു. ഇനി നമുക്ക് കൃഷ്ണദേവരായരുടെ മതനയത്തെ നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, മതസഹിഷ്ണുത. കൃഷ്ണദേവരായർ ഒരു ഹൈന്ദവ ഭരണാധികാരിയായിരുന്നെങ്കിലും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് പരിഗണിച്ചിരുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം. ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ ആർക്കും സ്വന്തം വിശ്വാസം നിലനിർത്തി ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം അനുവദിച്ചിരുന്നു. സമത്വവും നീതിയും. വിദേശ സഞ്ചാരിയായ ബാർബോസയുടെ വിവരണ പ്രകാരം കൃഷ്ണദേവരായരുടെ നാട്ടിൽ മതപരമായ യാതൊരുവിധ വിവേചനങ്ങളും നിലനിന്നിരുന്നില്ല. അവിടുത്തെ നീതിന്യായ വ്യവസ്ഥ സമത്വം നിറഞ്ഞതായിരുന്നു. ഇനി നോക്കൂ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, അതായത് പ്രവിശ്യകൾ, നാടുകൾ, അതായത് ജില്ലകൾ, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ 4ആയിട്ട് വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമത്തിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഇത് നോക്കി എന്തൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഭരണവിഭജനം എങ്ങനെയായിരുന്നു? കേന്ദ്രീകൃത രാജവാഴ്ചയാണ് അന്ന് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ 4ആയി വിഭജിച്ചു. അത് പേരുകൾ പഠിക്കുക. മണ്ഡലം, പ്രവിശ്യ, പിന്നെ നാട്, ജില്ല, സ്ഥലം, ഉപജില്ല, പിന്നെ ഏറ്റവും താഴെ തട്ടിലാണ് ഗ്രാമം. ഏറ്റവും മുകളിൽ മണ്ഡലവും പിന്നെ ഏറ്റവും താഴെ ഗ്രാമവുമാണ്. ഇനി നീതിന്യായം. വിവിധ തലങ്ങളിൽ കോടതികൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി രാജാവായിരുന്നു. ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ അവിടുത്തെ കോടതികൾ തീർപ്പാക്കി. ഇനി എന്താണ് ഈ അമരനായക സംവിധാനം? അതായത് സൈനിക രീതിയാണ് അതവിടെ പറയുന്നത്. സൈനിക മേധാവികളെ അമരനായകന്മാർ എന്ന് അറിയപ്പെട്ടു. രാജാവ് ഇവർക്ക് നൽകുന്ന ഭൂപ്രദേശത്തെ അമർ എന്നറിയപ്പെട്ടു. പകരം ഇവർ രാജാവിന് നിശ്ചിത തുക നികുതിയും ആവശ്യത്തിന് കാലാള്, കുതിര, ആന എന്നിവയടങ്ങുന്ന സൈന്യത്തെയും നൽകണമായിരുന്നു. ഈ ഒരു സംവിധാനത്തിന് പറയുന്നതാണ് അമരനായക സംവിധാനം. അടുത്തതായിട്ട് മൻസബ്ദാരി, അമരനായക സമ്പ്രദായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം താരതമ്യ ഘടകങ്ങൾ. നിലനിന്നിരുന്ന സാമ്രാജ്യം. മൻസബ്ദാരി സമ്പ്രദായത്തിൽ മുഗൾ സാമ്രാജ്യത്തിലാണ് ഈ രീതി നിലനിന്നിരുന്നത്. എന്നാൽ അമരനായക സംവിധാനം വിജയനഗര സാമ്രാജ്യത്തിലാണ് ഈ രീതി നിലനിന്നിരുന്നത്. ഇനി ഉദ്യോഗസ്ഥ മേധാവികൾ. ഈ പദവി വഹിച്ചിരുന്നവരെ മാൻസബ്ദാർമാർ എന്ന് വിളിച്ചിരുന്നു. ഇനി അമരനായക സംവിധാനത്തിലാണെങ്കിൽ ഇതിലെ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നു. അടുത്താണ് നൽകിയിരിക്കുന്ന ഭൂമി. മാൻസബ്ദാരി സമ്പ്രദായം. അവർക്ക് ശമ്പളത്തിന് പകരമായി നൽകിയിരിക്കുന്ന ഭൂമി ജാഗീർ എന്നറിയപ്പെട്ടു. എന്നാൽ അമരനായക സമ്പ്രദായത്തിലെ രാജാക്കന്മാർ ഇവർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ അമർ എന്ന പേരിൽ അറിയപ്പെട്ടു. സൈനിക ചുമതലകൾ. മാൻസബ്ദാരി സമ്പ്രദായത്തിലെ നിശ്ചിത എണ്ണം കുതിരപ്പടയാളികളെയും സൈന്യത്തെയും നിലനിർത്തണമായിരുന്നു. എന്നാൽ അമരനായക സമ്പ്രദായത്തിലെ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയടങ്ങുന്ന സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. ഇനി ലാസ്റ്റത്തെ പോയിന്റ്, ധനപരമായ ചുമതല. മൻസബ്ദാരി സമ്പ്രദായത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ജാഗീറുകളിൽ നിന്ന് നിശ്ചിത വരുമാനം ശേഖരിച്ച് സൈന്യത്തെ പരിപാലിക്കണമായിരുന്നു. എന്നാൽ ഇനി അമരനായക സമ്പ്രദായത്തിൽ ഇവർ തങ്ങളുടെ പ്രദേശത്തെ നികുതി പിരിക്കുകയും അതിൽ നിന്നും രാജാവിന് ഒരു നിശ്ചിത തുക വർഷം തോറും നൽകുകയും വേണമായിരുന്നു. ഇനി നോക്കൂ, അന്നത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അന്നത്തെ സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നത് സമൂഹത്തിലെ ബ്രാഹ്മണർക്കായിരുന്നു മേധാവിത്വം. ക്ഷേത്രഭൂമിയിൽ നിന്നുള്ള വരുമാനവും പൂജാ ചടങ്ങുകളുടെ നേതൃത്വവും അവർക്കായിരുന്നു. മറ്റുള്ളവർ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ എന്നിവ ചെയ്തു. ഇനി സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ കണക്കുകൾ സൂക്ഷിക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും സ്ത്രീകളെ നിയോഗിച്ചിരുന്നു. സമൂഹത്തിൽ ബഹുഭാര്യാത്വം, ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും നിലനിന്നിരുന്നു. നമ്മുടെ വിജയനഗരം സന്ദർശിച്ചിട്ടുള്ള പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡൊമിംഗോ പൈസ്. അദ്ദേഹം ഹംപിയിലെ തെരുവുകളെക്കുറിച്ച് പറയുന്ന വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് പോർച്ചുഗീസ് സഞ്ചാരിയായ ഇദ്ദേഹത്തിൻ്റെ വിവരണ പ്രകാരം ഹംപിയിലെ തെരുവുകൾ മാണിക്യം, മുത്ത്, വസ്ത്രങ്ങൾ, കുതിരകൾ, പഴങ്ങൾ എന്നിവയാൽ സമ്പന്നമായ വലിയ മാർക്കറ്റുകളായിരുന്നു.
ഇനി നമുക്ക് വിജയനഗരത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, കൃഷി, വ്യാപാരത്തെ പറ്റി നോക്കാം. ഷോർട്ട് നോട്ട്സാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കൂടുതൽ അറിവിനായിട്ട് വായിക്കാം. ഇവരുടെ പ്രധാന തൊഴിൽ കൃഷി, സിൽക്ക്, അതുപോലെ പരുത്തിയായിരുന്നു. പരുത്തി വസ്ത്രമാണ് അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇനി ജലസേചനമാണെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം, ഹരിയ കനാൽ, അതുപോലെ തന്നെ തുംഗഭദ്ര അണക്കെട്ട് ഇത് നിർമ്മിച്ചു. അതുമൂലം കൃഷി പുഷ്ടിപ്പെട്ടു. ഇനി അടുത്താണ് അവരുടെ നികുതി സംവിധാനം. ഗവൺമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് നികുതി, തൊഴിൽ നികുതി, വീട് നികുതി, ലൈസൻസ് ഫീസ്, അതുപോലെ കോടതി പിഴ എന്നിവയായിരുന്നു. ഇനി വ്യാപാരത്തിൻ്റെ പ്രാധാന്യം. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വ്യാപാര കേന്ദ്രമായിരുന്നു അത്. ഇനി വിദേശ വ്യാപാരം എങ്ങനെയായിരുന്നു? പോർച്ചുഗീസുകാർ അറബികൾക്ക് കുത്തക, അതുപോലെ ചൈന ശ്രീലങ്കയുമായും ബന്ധം. ഇതെല്ലാം ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. കൂടുതൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇനി കുതിര വ്യാപാരം എന്ന് പറയുന്നത് അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമാണ് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അറബികളാണ് ഈ കച്ചവടമൊക്കെ ചെയ്തിരുന്നത്. അവർ പ്രാദേശികമായി ഈ കുതിര കച്ചവടം നടത്തിയിരുന്ന കച്ചവടക്കാരെ പറയുന്ന പേര് കുതിരച്ചെട്ടികൾ എന്നായിരുന്നു. പിന്നീട് ഈ അറബികളെ മാറ്റിയിട്ട് അവർ പോർച്ചുഗീസുകാർ ഇതിൻ്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്തു. ഇനി അതുപോലെ തന്നെ നഗരത്തിൽ ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള അവരുടെ കച്ചവട ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കണ്ടോ, ഹംപിയിലെ ഹസാര രാമക്ഷേത്രമാണ്. ഇവിടെ ചുമരിൽ മുഴുവൻ രാമായണം കൊത്തിവെച്ചിരിക്കുകയാണ്. ഇതാണ് ഹംപിയിലെ വിത്തല സ്വാമി ക്ഷേത്രം. ഇതുകൊണ്ട് കല്ലുകൊണ്ടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കല്ലുരഥം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കല്ലുകൊണ്ട് ചക്രമുണ്ട്, കല്ലുകൊണ്ട് രഥമുണ്ട്, പക്ഷേ ഇത് കറങ്ങുമൊന്നുമില്ല. ഇതൊരു ക്ഷേത്രമാണ്. ഇതാണ് ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രം. ആകാശമുട്ടുന്ന വലിയ ഗോപുരമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഇതാണ് ഹംപിയിലെ ലോട്ടസ് മഹൽ. ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു കൊട്ടാരമാണിത്. ഇനി അന്നത്തെ വിദ്യാഭ്യാസ രീതിയെ പറ്റിയാണ് പറയുന്നത്. അന്ന് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിരവധി പാഠശാലകളൊക്കെ സ്ഥാപിച്ചു. ഇനി അവരുടെ കലയും വാസ്തുവിദ്യയും എങ്ങനെയായിരുന്നു എന്ന്. ഏതെല്ലാം മേഖലകളായിരുന്നു? അതായത് കല, വാസ്തു, ശില്പകല, സാഹിത്യം, സംഗീതം. ഇതിലൊക്കെയാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിലൊക്കെ അത്ഭുതകരമായ വളർച്ചയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി അന്നത്തെ രാജാക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഈ കൃഷ്ണദേവരായർ പോലുള്ള കലാ സാഹിത്യ സംരക്ഷകർ. അവരുടെ ശൈലി എന്ന് പറയുന്നത് ദ്രാവിഡ ശില്പരീതി പ്രബലമായിരുന്നു അവരുടെ ശൈലികളിൽ. ഇനി അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങളുടെ നിർമ്മിതിയാണ്. അതുപോലെ തന്നെ തെലുങ്ക് സാഹിത്യത്തിന് ഏറ്റവും വികാസം പ്രാപിച്ചത് ഈ കാലഘട്ടത്തിലാണ്. നിരവധി സംസ്കൃത കൃതികൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. ഇനി നമുക്കിതിലെ തുടർ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂട്ടുകാർ ചെയ്യുമല്ലോ. ഇനി അടുത്തൊരു ചോദ്യം, അക്ബർ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമായിരുന്നു. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സംഭാവനകൾ താരതമ്യം ചെയ്ത് സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചനകൾ തന്നിട്ടുണ്ട്: ഭരണരീതി, സമ്പത്ത്, സംസ്കാരം, നീതിന്യായം. ഇതും കൂട്ടുകാരെ ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മുഗൾ ഭരണം, വിജയനഗര ഭരണം. രാജവാഴ്ച, മുഗൾ ഭരണത്തിലെ രാജവാഴ്ച, വിജയനഗര ഭരണത്തിലും രാജവാഴ്ച. ബാക്കിയുള്ളത് നമുക്ക് എഴുതി ചേർക്കാം. നോക്കൂ, മുഗൾ ഭരണത്തിലെ രാജവാഴ്ച, നഗരത്തിലെ രാജവാഴ്ച. ഇനി മൻസബ്ദാരി സമ്പ്രദായം, അമരനായക സമ്പ്രദായം, മതപരമായ സഹിഷ്ണുത, ഉറുദു ഭാഷ, സംസ്കൃത ഭാഷ, ഇന്തോ പെർഷ്യൻ ശൈലി, ദ്രാവിഡ ശൈലി. ഇതൊക്കെ എഴുതി ചേർക്കാം കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളത്, മുഗൾ ഭരണകാലത്ത് വിവിധ മേഖലകളിലുണ്ടായ സമന്വയത്തെ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരണം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൂട്ടുകാർ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ടൈം കിട്ടുമ്പോഴൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതിയെടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് പുതിയ ഒരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.